ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജൂലൈ 27 വിശുദ്ധ പന്താലയോന്റെ തിരുനാൾ. വലേരിയൂസ് മക്സിമിയാനൂസ് ചക്രവർത്തിയുടെ ഭിക്ഷഗുരനായിരുന്ന പന്താലയോന് കൊട്ടാരത്തിലെ വിഗ്രഹാരാധന ആസക്തിയെപ്പറ്റി കേട്ട് പന്താലയോൻ ക്രിസ്തുമതം ഉപേക്ഷിച്ചു. ഇതറിഞ്ഞ തീക്ഷ്ണമതിയായ ഹോർമെലാവൂസ് എന്ന ഒരു വൃത്ത പുരോഹിതൻ പന്താലയോനെ തൻ്റെ കുറ്റം പറഞ്ഞ് മനസ്സിലാക്കിക്കുകയും തിരുസഭയുടെ മടിയിലേക്ക് അയാളെ വീണ്ടും ആനയിക്കുകയും ചെയ്തു. പന്താലയോൻ രക്തസാക്ഷിത്വം കൊണ്ട് തൻ്റെ കുറ്റത്തിന് പരിഹാരം ചെയ്യാൻ ആഗ്രഹിച്ചു. അപ്പോഴാണ് നിക്കോമോദിയയിൽ 303 ഡയോക്ലിഷ്യൻ മതപീഡനം ആരംഭിച്ചത്. ഇതറിഞ്ഞ പന്താലയോൻ തൻ്റെ സമ്പാദ്യം മുഴുവൻ ദരിദ്രർക്ക് ഭാഗിച്ചു കൊടുത്തു. താമസിയാതെ അദ്ദേഹത്തെ ബന്ധനത്തിലാക്കി. കൂട്ടത്തിൽ ഹെർമലാവൂസും ഹെർമീപ്പൂസും ഹെർമോക്രാറ്റസും ബന്ധനസ്ഥരായി. കൂട്ടുകാരുടെ ശിരച്ഛേദനത്തിനു ശേഷം വിശ്വാസത്തിന്റെ പേരിൽ പന്താലയോന്റെ ശിരസ് ഛേദിക്കപ്പെട്ടു. വിശുദ്ധ ലൂക്കായെ പോലെ വിശുദ്ധ പന്താലയോനും ഭിക്ഷഗുരന്മാരുടെ മധ്യസ്ഥനാണ്. വിശുദ്ധ പന്താലയോനെ വിശ്വാസത്തെ പ്രതി രക്തസാക്ഷിത്വം വരിക്കാൻ ഞങ്ങളെയും ഒരുക്കിടണേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.